നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ അതിശൈത്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ തണുപ്പിനെ നേരിടാൻ അധികൃതർ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ്. ഇത്തരത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അതിദാരുണമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം US കാനഡ അതിർത്തിയിൽ 4 ഇന്ത്യൻ കുടുംബങ്ങളാണ് തണുപ്പിൽ വിറച്ചു മരിച്ചത്. ഇപ്പോഴത്തെ പ്രവാസികളെ കണ്ണീരിലാഴ്ത്തി ഒരു മലയാളി കൂടി മരിച്ചു. സൗദി അറേബ്യയിലെ ഖമീസ് വിഷയത്തിൽ പുക ശ്വസിച്ച് ദാരുണാന്ത്യം സംഭവിച്ച മലയാളി സുഭാഷിന്റെ മൃതദേഹം നാട്ടിൽ എത്തിച്ചു. പത്തനംതിട്ട തെങ്ങമം സുഭാഷ് ഭവനിൽ ദേവൻ രോഹിണി ദമ്പതികളുടെ മകനാണ്. കൊടും തണുപ്പിൽ നിന്നും രക്ഷ കിട്ടാനായി ഒരുക്കിയ തീയിൽ നിന്നുണ്ടാക്കിയ പുക ശ്വസിച്ചാണ് മരണം സംഭവിച്ചത്. 2 കൊല്ലം മുമ്പ് ഹൗസ് ഡ്രൈവർ വിസയിലെത്തി സുഭാഷ് ഖമീസിലെ അദൂത്ത് ഡാമിനടുത്ത് സ്വദേശി പൗരന്റെ വീട്ടു ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. അസീർ പ്രവിശ്യയിൽ തണുപ്പുകാലമായതിനാൽ രാത്രികാലങ്ങളിൽ റൂമിൽ തീ കത്തിച്ച് തണുപ്പിൽ നിന്ന് ആശ്വാസം കണ്ടെത്തിയിരുന്ന ഇദ്ദേഹം മരണ ദിവസവും പതിവ് പോലെ പെയിൻ പാട്ടയിൽ തീ കത്തിച്ച് ഉറങ്ങിപ്പോയി. ഇതിൽ നിന്നുണ്ടായ പുക ശ്വസിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു. ബന്ധുമിത്രാദികളോ മറ്റ് വേണ്ടപ്പെട്ടവരോ ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും മൃതശരീരം നാട്ടിലെത്തിച്ചു തരാൻ അഭ്യർത്ഥിച്ചതോടെ ഇന്ത്യൻ സോഷ്യൽ ഫോറം വിഷയത്തിൽ ഇടപെട്ടു. ഖമീസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുനീർ ചക്കുവള്ളിയുടെ പേരിൽ കുടുംബം പവർ ഓഫ് അറ്റോർണി നൽകുകയും ചെയ്തു. തുടർന്ന് സൗദിയിലെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അസീർ ഇന്ത്യൻ സോഷ്യൽ ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് കോയ ചേലമ്പ്ര, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഹനീഫ ചാലിപ്പുറം, ജിദ്ദയിലെ ഇന്ത്യൻ സോഷ്യൽ ഫോറം വെൽഫെയർ ടീം അംഗങ്ങളായ നൌഷാദ് മമ്പാട്, ഹസൈനാർ, മായാര മംഗലം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മൃതശരീരം നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം അൻസാരി ഏനാഥ്, ഷാജി പഴക്കുളം, സമത് മണ്ണടി, ഷാജു പഴക്കുളം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം സംസ്കരിച്ചു. ഭാര്യ റാണി, മക്കൾ സൂര്യപ്രിയ, സൂര്യനാരായണൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.